നമ്മളെല്ലാ കാര്യവും സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലൂടെയാണ്. അതായത് ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത്തരത്തിൽ കൂടുതൽ ഡാറ്റയൊക്കെ നമുക്ക് ഈ ഒരു ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നഷ്ടമാകും. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ തന്നെ അതിനൊരു സെറ്റിംഗ്സ് ഉണ്ട്. ഗൂഗിൾ ക്രോമിലെ ആ സെറ്റിംഗ്സിൽ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റുകൾ വളരെ വേഗതയിൽ സെർച്ച് ചെയ്യും. മാത്രമല്ല നമുക്ക് നല്ലൊരു ശതമാനം നമ്മുടെ മൊബൈൽ ഡാറ്റ സേവ് ചെയ്ത് വെക്കാനും ഗൂഗിൾ ആ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ സാധിക്കുകയും ചെയ്യും. നമുക്ക് ഗൂഗിൾ ക്രോമിൽ ആ ഒരു ഭാഗം എങ്ങനെ എനേബിൾ ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സുകൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് അതിനായിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലിലാണ്. ലൈവ് മീഡിയ ബ്ലോഗ് എന്നുള്ള ആ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് വാട്സപ്പ് പരമായുള്ള എല്ലാ അപ്ഡേറ്റുകളും ആ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നമ്മുടെ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഗൂഗിൾ ക്രോമിൽ ഈ ഒരു ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡിസേബിൾ ആണെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഗൂഗിൾ ക്രോമിലൂടെ നമ്മൾ സെർച്ച് ചെയ്യുന്ന പേജുകൾ വളരെ പെട്ടെന്ന് ലോഡായി അത് സെർച്ച് ചെയ്യാൻ ഈ ഒരു ഭാഗം എനേബിൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. മാത്രമല്ല 60% വരെ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഗൂഗിൾ ക്രോം ഇതിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് എനേബിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിത് നേരത്തെ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 420 MB എൻ്റെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഗൂഗിൾ ക്രോമിൽ ബ്രൗസ് ചെയ്തപ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്ന വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. അതിൽ ഉപയോഗിച്ച യൂസർ ആയിട്ടുള്ള ഡാറ്റ എത്രയാണെന്ന് അറിയാം. അത് മുഖാന്തരം സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റ എത്രയാണെന്ന് അറിയാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ വെബ്സൈറ്റിന്റെയും ഡാറ്റ യൂസ് ചെയ്തതും ഈ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഇത് എനേബിൾ ചെയ്തപ്പോൾ സേവ് ചെയ്തതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ മികച്ച ഒരു ഫീച്ചറാണ് ഗൂഗിൾ ക്രോമിൽ. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫീച്ചർ കൂടിയാണ്. നമ്മളെല്ലാവരും സെർച്ച് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിലൂടെയാണ്. ഈ ഒരു ഭാഗം നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റായി ലഭിക്കുന്ന ഇന്റർനെറ്റ് ഒരു പരിധിവരെ സേവ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ നമുക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമന്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.